നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ കോൾ ചെയ്യുന്നതിന് വേണ്ടി ഡീഫോൾട്ടായിട്ട് ഗൂഗിൾ ഡയലർ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ നമുക്ക് ഡീഫോൾട്ടായിട്ട് വരും. എന്നാൽ നമ്മൾ കോൾ റെക്കോർഡിംഗ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാവുക. നമ്മൾ കോൾ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ അവർക്കതൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് പോവുകയും എന്നാൽ നമ്മൾ ആ അനൗൺസ്മെൻറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അവർക്കൊരു ബീപ്പ് സൗണ്ട് ആയിട്ട് കേൾക്കുകയും ചെയ്യുന്നു. അതുമൂലം നമ്മൾ വിളിക്കുന്ന ആൾക്ക് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ഡയലർ വഴി നമുക്കൊരു കോൾ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റും ഒരു ബീപ്പ് സൗണ്ടും കൂടാതെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. ആപ്ലിക്കേഷൻ്റെ പേര് ട്രൂ ഫോൺ ഡയലർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവർക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡീഫോൾട്ട് ഫോൺ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് നമ്മൾ സെറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ചോദിക്കും സെറ്റ് ട്രൂ ഫോൺ ആസ് യുവർ ഡീഫോൾട്ട് ഫോൺ ആപ്ലിക്കേഷൻ എന്ന് ചോദിക്കും. അവിടെ നമ്മൾ ട്രൂ ഫോൺ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് ആസ് ഡീഫോൾട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡയലർ പേഡ് ഇവിടെ ഓപ്പണായി വരികയും അതിനുശേഷം താഴെ കാണുന്ന ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെറ്റിങ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇൻകമിംഗ് ആൻഡ് ഓൺ ഗോയിങ് കോൾസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കോൾ റെക്കോർഡിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എനേബിൾ കോൾ റെക്കോർഡിംഗ് എന്ന ഭാഗത്ത് ജസ്റ്റ് എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ട്രൂ ഫോൺ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോൾ റെക്കോർഡ് ഫോൾഡർ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫോൾഡർ സെലക്ട് ചെയ്ത് യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് എലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓട്ടോ റെക്കോർഡ് കോൾസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് കോളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇൻകമിംഗ് ആണോ അതോ ഔട്ട് ഗോയിങ് ആണോ അല്ലെങ്കിൽ കോൺടാക്ട്സ് ഏതെങ്കിലും കോൺടാക്ട്സ് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യണോ, അല്ലെങ്കിൽ അൺനോൺ നമ്പേഴ്സ് ഏതെങ്കിലും നമ്മൾ അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഫോൺ കോളാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്തോളൂ. ഞാൻ ഇൻകമിങ് ഔട്ട് ഗോയിങ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അടുത്തായി നമ്മൾ കോൾ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഒരു സെറ്റിങ്സും കൂടി ചെയ്യണം. എന്നാലാണ് കോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നമ്മളുടെ ഫോണിലെ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം സെർച്ച് ബാറിൽ നമ്മൾ ആക്സസിബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മൂന്നാമതായി നമുക്കിവിടെ ആക്സസിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെ കാണാം ഡൗൺലോഡഡ് ആപ്സ് എന്നുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് മൂന്നാമതായി ട്രൂ ഫോൺ എന്ന ആപ്ലിക്കേഷൻ, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനാണ് ട്രൂ ഫോൺ. ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഭാഗത്ത് ട്രൂ ഫോൺ എന്ന ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് എലോ കൊടുക്കുക. അടുത്തായി നമുക്ക് നമ്മളുടെ ട്രൂ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആരെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആരുടെ കോളാണോ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കേണ്ടത് അവരറിയാതെ, അതായത് ഒരു അനൗൺസ്മെൻറ്റും ഒരു ബീപ്പ് സൗണ്ടും ഇല്ലാതെ അവരറിയാതെ നമുക്ക് ഹൈഡായിട്ട് കോൾ റെക്കോർഡുകൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.